നമസ്കാരം. നിളയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പട്ടാമ്പി മണ്ഡലത്തിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട മുഹമ്മദ് മോഹസിൻ വോട്ടർമാർക്ക് നന്ദി അറിയിച്ചുകൊണ്ടുള്ള പര്യടനം തുടങ്ങി. വെള്ളിയാഴ്ച കൊപ്പത്തും മുതുതലയിലുമായിരുന്നു വിജയാഘോഷം സംഘടിപ്പിച്ചത്. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പട്ടാമ്പി മണ്ഡലത്തിൽ നിന്നും വീണ്ടും LDF സ്ഥാനാർത്ഥിയായി മത്സരിച്ച് വിജയിച്ച മുഹമ്മദ് മോഹസിൻ വോട്ടർമാർക്ക് നന്ദി അറിയിച്ചുള്ള പര്യടനമാണ് ആരംഭിച്ചിരിക്കുന്നത്. പഞ്ചായത്തുകളുടെയുള്ള പര്യടനമാണ് തുടരുന്നത്. വെള്ളിയാഴ്ച കൊപ്പം മുതുതല പഞ്ചായത്തുകളിലായിരുന്നു പര്യടനം. ആമിയൂർ കമ്പനിപ്പറമ്പിൽ വിജയാഘോഷത്തിന്റെ ഭാഗമായി കേക്ക് മുറിച്ചായിരുന്നു ആഘോഷ പരിപാടികൾക്ക് തുടക്കമിട്ടത്. CPM ഏരിയ സെക്രട്ടറി T ഗോപാലകൃഷ്ണൻ ഉൾപ്പെടെയുള്ള നേതാക്കളും മുഹമ്മദ് മോഹസിനൊപ്പം ഉണ്ടായിരുന്നു. പഞ്ചായത്തുകളിലെ വിവിധ കേന്ദ്രങ്ങളിൽ നിയുക്ത MLA-ക്ക് സ്വീകരണവും നൽകി. ഓരോ കേന്ദ്രങ്ങളിലും വോട്ടർമാർക്ക് നന്ദി പ്രകാശിപ്പിച്ചാണ് മുഹമ്മദ് മോഹസിൻ പര്യടനം തുടർന്നത്. നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു കുത്തൊഴുക്കാണ് ഈ തെരഞ്ഞെടുപ്പിലുണ്ടായത്. എന്നാൽ ആ കുത്തൊഴുക്കിലും പേമാരിയിലും തകരാതെ തളരാതെ പിടിച്ചു നിർത്തിക്കൊണ്ട് വമ്പിച്ച ഭൂരിപക്ഷത്തിന് വിജയിപ്പിച്ച നിങ്ങൾ ഓരോരുത്തരോടും ആത്മാർത്ഥമായി നന്ദി അറിയിക്കുകയാണ്. ഈ പ്രതിസന്ധി കാലത്തും കൂടെ നിന്ന നിങ്ങൾ ഓരോരുത്തരെയും ഒരിക്കലും ഞാൻ മറക്കില്ല. ഈ നാടിന്റെ വികസനത്തിനും നമ്മൾ ഓരോ മനുഷ്യരുടെയും ഈ പ്രദേശത്തെ മനുഷ്യരുടെ ക്ഷേമ പ്രവർത്തനങ്ങൾക്കും മുന്നിൽ നിന്ന് ഇനിയും പ്രവർത്തിക്കും. നമുക്കൊരുമിച്ച് ഈ നാടിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാം എന്ന് മാത്രമാണ് പറയാനുള്ളത്. ഈ തെരഞ്ഞെടുപ്പിൽ കൂടെ നിന്ന് പ്രവർത്തിച്ചവരും അതുപോലെ തന്നെ വോട്ട് ചെയ്ത് വിജയിപ്പിക്കാൻ പ്രയത്നിച്ച ഓരോരുത്തരോടും വോട്ട് ചെയ്തവരോടും പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. കുട്ടികൾ പന്ത് ഡ്രൈവിംഗ് സ്കൂൾ മേഖലയെ ദുരിതത്തിലാക്കിയ മുൻ മന്ത്രി ഗണേഷ് കുമാറിന്റെ തോൽവിയിൽ ആഹ്ലാദം പങ്കുവച്ച് പട്ടാമ്പിയിൽ കേരള ഡ്രൈവിംഗ് സ്കൂൾ വർക്കേഴ്സ് യൂണിയൻ CITU പ്രവർത്തകർ മധുരം വിതരണം ചെയ്തിരുന്നു. മുൻ മന്ത്രിയുടെ തോൽവിയുടെ സന്തോഷം പങ്കുവച്ചത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പത്തനാപുരത്ത് മത്സരിച്ച മുൻ ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാറിന്റെ തോൽവിയിൽ ആഹ്ലാദം പങ്കുവച്ചുകൊണ്ടാണ് പട്ടാമ്പിയിൽ ഓൾ കേരള ഡ്രൈവിംഗ് സ്കൂൾ വർക്കേഴ്സ് യൂണിയൻ CITU പട്ടാമ്പി മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മധുരപലഹാര വിതരണം നടത്തിയത്. ശങ്കരമംഗലം ഗ്രൗണ്ടിൽ എത്തിയവർക്കായിരുന്നു മധുരം നൽകിയത്. ഗണേഷ് കുമാർ ഗതാഗത മന്ത്രിയായിരിക്കുമ്പോൾ നടപ്പാക്കിയ പരിഷ്കാരങ്ങൾ ഡ്രൈവിംഗ് സ്കൂൾ മേഖലയെ വലിയ തോതിൽ ബാധിച്ചിരുന്നു. അന്ന് തന്നെ CITUവിന്റെ നേതൃത്വത്തിലുള്ള ഈ സംഘടന വലിയ പ്രതിഷേധവും അറിയിച്ചതാണ്. പണ്ട് നല്ല സുലഭമായ രീതിയിൽ നല്ല രീതിയിൽ ടെസ്റ്റ് നടക്കുകയായിരുന്നു. ഇന്നത്തെ ഒരു ടെസ്റ്റ് എല്ലാവർക്കും അറിയാം. ഒരു ലേണിംഗ് ടെസ്റ്റിന് കിട്ടണമെന്നുണ്ടെങ്കിൽ 60 ദിവസം കഴിയണം. ടെസ്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ വീണ്ടും 2 മാസം കഴിയണം. ഒരു 4 മാസം 5 മാസത്തിലാണ്ട് ഒരു കുട്ടിക്ക് ടെസ്റ്റ് കൊടുത്തു പോകാൻ കഴിയാത്ത സാഹചര്യമാണ് ഇന്ന് നിലനിൽക്കുന്നത്. എന്നാൽ 2.5 കൊല്ലം മുമ്പ് ഇങ്ങനെ അല്ലായിരുന്നു. ഈ ഫീൽഡിൽ 10-20 കൊല്ലം പഴക്കമുള്ള ആൾക്കാരാണ് ഇവിടെ ഉള്ളവര്. 10-20 കൊല്ലം പഴക്കമുള്ളതാണ്. ഞങ്ങൾ ഇതുവരെ അനുഭവിക്കാത്ത അത്രയും വിഷമങ്ങളാണ് ഈ 2.5 കൊല്ലം അനുഭവിച്ച്. നമ്മുടെ ഗണേഷ് കുമാർ 2.5 കൊല്ലം ഭരണത്തിൽ വന്നതിന് കുറെ വാഗ്ദാനങ്ങൾ തന്നു. കേരളം ഏറ്റവും വലിയ ലൈസൻസ് ഏറ്റവും കൂടുതൽ പുറത്തെടുക്കും, ഡിജിറ്റലാക്കും. എന്നിട്ട് എന്തുണ്ടാക്കി? ഒന്നും ഉണ്ടാക്കിയില്ല. ആള് KSRTC ഡ്രൈവിംഗ് സ്കൂൾ തുടങ്ങി. വൻ ലാഭം ഉണ്ടാക്കണം. എവിടുന്ന് KSRTC ഡ്രൈവിംഗ് സ്കൂൾ തുടങ്ങി? ഖജനാവിലെ പൈസ എടുത്ത നമ്മുടെ ടാക്സിന്റെ പൈസ എടുത്തിട്ട് ഡ്രൈവിംഗ് സ്കൂൾ തുടങ്ങി. അത് വലിയ ലാഭത്തിലാന്ന് പറഞ്ഞു. എന്ത് ലാഭം? നമ്മളിവിടെ ഇങ്ങനെ സാധാ പൊതു സ്ഥലങ്ങളിൽ ഡ്രൈവിംഗ് ടെസ്റ്റ് കൊടുക്കാൻ 40 ആൾക്കും അവിടെ ഇങ്ങനെ അതിന് കൂടുതൽ ആൾക്ക് ടെസ്റ്റ് കൊടുക്കുക. ഇവിടെ 40 ആൾ ടെസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ 15 ആൾ ജയിക്കാൻ പാടുള്ളൂ. അതിന് കൂടുതൽ ജയിച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ MP-ക്ക് സസ്പെൻഷൻ ഇല്ലെങ്കിൽ ഡിസ്മിസ്. എന്നാൽ അവിടെയോ 40 ആൾക്ക് ടെസ്റ്റ് കൊടുത്താൽ 100% വിജയം ഇല്ലെങ്കിൽ ഒരാൾ തോറ്റ കാരണം കാണിക്കണം. ഇല്ലെങ്കിൽ അവിടെ തോൽപ്പിച്ചതിന് സസ്പെൻഷൻ MP-ക്ക്. അങ്ങനെയാണ് KSRTC ഡ്രൈവിംഗ് ടെസ്റ്റ് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഞങ്ങൾക്ക് മെയ് മാസം 4-ാം തീയതി വളരുമ്പോ എന്തായാലും ഇടതുപക്ഷം പോയാലും ഗണേഷ് കുമാർ തോൽക്കണം മൊത്തം ആഗ്രഹം ഞങ്ങൾക്ക് ഉണ്ടായിരുന്നല്ലോ. എന്തായാലും ആഗ്രഹം താഴ്ത്തി തന്ന ഗണേഷ് കുമാറിന് വോട്ടുകൾ ആ ലെവലിൽ ചെയ്ത് വോട്ട് ചെയ്യാതിരുന്ന എല്ലാവർക്കും ഞങ്ങൾ പത്തനാപുരത്തിന് പ്രത്യേകം നന്ദി പറയാണ്. അതുകൊണ്ട് ഇങ്ങനെ ഒരു ഞങ്ങൾക്ക് ഇത്രയും സന്തോഷം ഉണ്ടാക്കി തന്നതിന് ഈ പട്ടാമ്പി
ഓൾ കേരള ഡ്രൈവിംഗ് സ്കൂൾ വർക്കേഴ്സ് യൂണിയൻ അസോസിയേഷന്റെ വക എല്ലാവർക്കും പത്രവിതരണം നൽകുക. തെരഞ്ഞെടുപ്പ് കാലത്തെ ഫേസ്ബുക്ക് പോരാട്ടത്തിന്റെ അന്ത്യം കുറിച്ച് ഫ്രണ്ട്ഷിപ്പ് മോഡിലേക്ക് കടന്ന മുൻ തൃത്താല MLA ബി രാജേഷും നിയുക്ത തൃത്താല MLA VT ബൽറാമും. തൃത്താലയിലെ വോട്ടർമാർക്ക് നന്ദിയോടെ എന്ന തലക്കെട്ടിൽ MB രാജേഷാണ് ആദ്യം ഫേസ്ബുക്ക് പോസ്റ്റുമായി രംഗത്തെത്തിയത്. ജനവിധി അംഗീകരിക്കുന്നുവെന്നും നിയുക്ത MLA VT ബൽറാമിന് അഭിനന്ദനങ്ങളും ആശംസകളും അറിയിക്കുന്നുവെന്നും അദ്ദേഹം തന്റെ FB പോസ്റ്റിൽ കുറിച്ചു. കഴിഞ്ഞ 5 വർഷം വ്യത്യസ്തങ്ങളായ വികസന പദ്ധതികൾ തൃത്താലയിൽ പൂർത്തിയാക്കിയതോടൊപ്പം അനേകം പദ്ധതികൾ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നും അവയുടെ പൂർത്തീകരണത്തിന് ക്രിയാത്മക പിന്തുണ വാഗ്ദാനം ചെയ്യുന്നുവെന്നും MB രാജേഷ് തന്റെ ദീർഘമായ പോസ്റ്റിൽ പറയുന്നു. തൃത്താലയിൽ കഴിഞ്ഞ 5 വർഷം ജനപ്രതിനിധിയായിരുന്ന MB രാജേഷിന്റെ ഫേസ്ബുക്ക് കുറിപ്പിനോട് നന്ദിപൂർവ്വം പ്രതികരിക്കുന്നു എന്ന തലക്കെട്ടിലാണ് VT ബൽറാം തന്റെ മറുപടി എഴുത്ത് ആരംഭിക്കുന്നത്. തനിക്ക് നൽകുന്ന അഭിനന്ദനങ്ങൾക്കും ആശംസകൾക്കും ആത്മാർത്ഥമായ നന്ദി. താങ്കളുടെ കാലത്ത് തുടങ്ങിവെച്ച ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന ജനോപകാരപ്രദമായ എല്ലാ പദ്ധതികളും സമയബന്ധിതമായി പൂർത്തീകരിക്കുക എന്നത് എന്റെയും മുൻഗണനയാണ്. അതിനായി താങ്കൾ വാഗ്ദാനം ചെയ്യുന്ന ക്രിയാത്മക പിന്തുണയെ നന്ദിപൂർവ്വം സ്വീകരിക്കുന്നു. ഒരു ജനപ്രതിനിധി തുടങ്ങിവെച്ചു എന്നതിന്റെ പേരിൽ അടുത്ത 5 വർഷവും അത് പൂർത്തീകരിക്കാൻ അനുവദിക്കാത്ത നിഷേധാത്മക സമീപനം നാടിന് ഗുണകരമല്ലല്ലോ. താങ്കളുടെ പാർട്ടി ഭരിക്കുന്ന പഞ്ചായത്തുകളുടെയും ക്രിയാത്മക പിന്തുണ ഇക്കാര്യത്തിൽ ഞാൻ അഭ്യർത്ഥിക്കുന്നുവെന്നും VT ബൽറാം പറഞ്ഞു. കാലവർഷമെത്താൻ ആഴ്ചകൾ മാത്രം ബാക്കി നിൽക്കെ തൃത്താല മണ്ഡലത്തിലെ വിവിധ പാതയോരങ്ങളിൽ അപകടാവസ്ഥയിൽ നിൽക്കുന്ന മരങ്ങളും മരച്ചില്ലകളും ജനങ്ങൾക്കിടയിൽ വലിയ ആശങ്ക സൃഷ്ടിക്കുന്നു. ശക്തമായ കാറ്റിലും മഴയിലും മരങ്ങൾ റോഡിലേക്ക് കടപുഴകി വീഴാൻ സാധ്യതയുള്ളതിനാൽ അടിയന്തര നടപടി വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. മണ്ഡലത്തിലെ പലയിടങ്ങളിലും വൈദ്യുതി ലൈനുകൾക്ക് തൊട്ടുമുകളിലായാണ് വൻമരങ്ങളുടെ ശിഖരങ്ങൾ പടർന്നു നിൽക്കുന്നത്. കാറ്റിൽ ഇവ ഒടിഞ്ഞു വീണാൽ വൈദ്യുതി തടസ്സപ്പെടുക മാത്രമല്ല വൻദുരന്തങ്ങൾക്കും കാരണമായേക്കാം. മുൻവർഷങ്ങളിൽ തൃത്താല മേഖലയിൽ പാതയോരത്തെ മരങ്ങൾ വാഹനങ്ങൾക്ക് മുകളിലേക്ക് വീണ് ഗുരുതരമായ അപകടങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പലരും തലനാരിഴയ്ക്കാണ് അന്ന് രക്ഷപ്പെട്ടത്. ഇക്കുറിയും സ്ഥിതി വ്യത്യസ്തമല്ല. മരങ്ങൾ വീണാൽ ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെടാൻ സാധ്യതയുള്ള പ്രധാന ലിങ്ക് റോഡുകളിലും ഈ ഭീഷണി നിലനിൽക്കുന്നുണ്ട്. ഓരോ മഴക്കാലം വരുമ്പോഴും പേടിയോടെയാണ് ആളുകൾ ഇത്തരം വഴികളിലൂടെ യാത്ര ചെയ്യുന്നത്. അപകടം സംഭവിച്ചതിന് ശേഷം നടപടിയെടുക്കുന്ന പ്രവണത മാറ്റി മുൻകൂട്ടി ഇവ വെട്ടിമാറ്റണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. മരങ്ങളുടെ വീഡിയോ ദൃശ്യങ്ങൾ പകർത്തി സോഷ്യൽ മീഡിയയിലൂടെയും മറ്റും പ്രതിഷേധം ശക്തമാക്കാനാണ് നാട്ടുകാരുടെ തീരുമാനം. പഞ്ചായത്ത് അധികൃതരും KSEBയും ദുരന്ത നിവാരണ അതോറിറ്റിയും സംയുക്തമായി പരിശോധിച്ച് അപകടകരമായ മരങ്ങൾ കണ്ടെത്തി അടിയന്തരമായി നീക്കം ചെയ്യണമെന്ന ആവശ്യം ശക്തമാവുകയാണ്. സമസ്തയുടെ 100ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി പട്ടാമ്പിയിൽ സെന്റിനറി അസംബ്ലി സംഘടിപ്പിച്ചു. ചിത്ര ഓഡിറ്റോറിയത്തിൽ വെച്ചായിരുന്നു പരിപാടി. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ സെന്ററി സമാപനാഘോഷങ്ങളുടെ ഭാഗമായി നടപ്പിലാക്കുന്ന വിവിധ പദ്ധതികളുടെ പഠനം ലക്ഷ്യമാക്കിയാണ് പട്ടാമ്പി സോൺ സെന്ററി അസംബ്ലി സംഘടിപ്പിച്ചത്. മേലെ പട്ടാമ്പി ചിത്ത ഓട്ടോത്തിൽ വെച്ചായിരുന്നു പരിപാടി. സമസ്തയുടെ പോഷക സംഘടനകളായ കേരള മുസ്ലിം ജമാഅത്തെ, SYS, SSF, SMA, SJM എന്നിവയുടെ സോൺ, ഡിവിഷൻ, സർക്കിൾ, സെക്ടർ, യൂണിറ്റ് ഭാരവാഹികൾ, മഹൽ ഭാരവാഹികൾ, മദ്രസ അധ്യാപകർ എന്നിവർ അസംബ്ലിയിൽ പങ്കെടുത്തു. കേരള മുസ്ലിം ജമാഅത്തെ പട്ടാമ്പി സോൺ പ്രസിഡന്റ് ഉമർ ലത്തീഫ് കള്ളാടിപ്പറ്റയുടെ അധ്യക്ഷതയിൽ സമസ്ത ജില്ലാ വൈസ് പ്രസിഡന്റ് മുസഫ ദാരിമി വിളിയൂർ അസംബ്ലി ഉദ്ഘാടനം ചെയ്തു. ജനിക്കുന്ന കാലഘട്ടം വരെ അല്ലെങ്കിൽ അയാൾ പ്രസ്ഥാനം കൊണ്ടുവരുന്ന കാലഘട്ടം വരെ നിരാക്ഷേപം ഒരു തർക്കവുമില്ലാതെ ഒരു കർമ്മമെന്ന നിലക്ക്, പുണ്യകർമ്മമെന്ന നിലക്ക് മുസ്ലിങ്ങൾ ചെയ്തു വരുന്ന കർമ്മമാണ് ഇസ്തിഗാസ എന്ന് പറയുന്നത്. ജമാഅത്തെ ഇസ്ലാമി ആവട്ടെ അല്ലെങ്കിൽ മുജാഹിദിന്റെ പ്രസ്ഥാനക്കാരാവട്ടെ, നാമും അവരും വേർതിരിയുന്ന ഒരു പ്രധാന ഘടകം അല്ലെങ്കിൽ നമ്മുടെ പേരിൽ അവർ ആക്ഷേപിക്കപ്പെടുന്ന ഏറ്റവും പ്രഥമമായിരിക്കുന്ന വിഷയം അത് ഇസ്തിഗാസയുടെ വിഷയമാണ്. അല്ലാഹു അവന്റെ അമ്പിയാക്കന്മാർക്ക് നൽകിയ മുഅ്ജിസത്തിലൂടെ, മഹാന്മാരായ ഔലിയാക്കന്മാർക്ക് നൽകിയ ഒരു കറാമത്തിലൂടെ നമ്മെ സഹായിക്കുമെന്ന വിശ്വാസത്തോടു കൂടി അവരെ സമീപിച്ചാൽ, അവരോട് സഹായം തേടിയാൽ അത് അല്ലാഹുവിനുള്ള ആരാധനയാണെന്നും അല്ലാഹു അല്ലാത്തവർക്കുള്ള ആരാധന ശിർക്കും കുഫ്റുമാണെന്നും ഈ സമൂഹത്തിന് മുമ്പിൽ പഠിപ്പിച്ചു പറഞ്ഞ് ലക്ഷക്കണക്കായ കോടിക്കണക്കായ മുസ്ലിങ്ങളെ ഇസ്ലാമിന്റെ ബൗണ്ടറിയിൽ നിന്ന് പുറത്താക്കി ആദ്യം ഇസ്തിഗാസ ശിർക്കാണെന്ന പ്രസ്താവന ഇറക്കിയത് ഇബ്നു തൈമിയാണ്. ഏത് കാലഘട്ടത്തിൽ? ഹിജ്റ 8ാം നൂറ്റാണ്ട് വരെ അല്ലാഹുവിന്റെ റസൂൽ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ മഹാന്മാരായ സ്വഹാബാക്കൾ റസൂലുള്ളാഹിയോട് അബോധികമായ മാർഗത്തിലൂടെ
പട്ടാമ്പി നഗരസഭാ ചെയർമാൻ ടി പി ഷാജി മുഖ്യാതിഥിയായിരുന്നു. കേരള മുസ്ലിം ജമാഅത്തെ മലപ്പുറം ജില്ലാ സെക്രട്ടറി NM സാദിഖ് സക്കാഫി, പാലക്കാട് ജില്ലാ സെക്രട്ടറി MV സിദ്ദീഖ് സക്കാഫി എന്നിവർ വിഷയാവതരണം നടത്തി. SYS സംസ്ഥാന സെക്രട്ടറി ഉമ്മർ ഓങ്ങല്ലൂർ, കേരള മുസ്ലിം ജമാഅത്തെ സ്റ്റേറ്റ് കൗൺസിലർ സെയ്ദുപ്പ ഹാജി, ജില്ലാ ഉപാധ്യക്ഷന്മാരായ അബൂബക്കർ ബാക്കവി നാട്യമംഗലം, NB മുഹമ്മദ് അലി സാദി, SYS ജില്ലാ ഫിനാൻസ് സെക്രട്ടറി യാക്കൂബ് പൈലിപ്പുറം, ഓർഗനൈസിംഗ് പ്രസിഡന്റ് യൂസഫ് സക്കാഫി, PK റഷീദ് ബാക്കവി, സൈനുദ്ദീൻ പൂവക്കോട്, ഉസ്മാൻ സക്കാഫി, UA റഷീദ് അസ്ഹരി, താജുദ്ദീൻ സക്കാഫി, KP അഷറഫ്, സെദൽവി കൊള്ളിപ്പറമ്പ്, ഹംസ മിസ്ബാഹി, അബ്ദുൽ സമദ് സക്കാഫി, ഷെരീഫ് സുഹരി എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. തമിഴ്നാട്ടിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉജ്ജ്വല വിജയം നേടിയ നടൻ വിജയെ കാണാൻ താനൂരിൽ നിന്നും കാൽനടയായി യാത്ര തിരിച്ച ദമ്പതികൾ. താനൂർ മുതൽ ചെന്നൈ വരെയുള്ള യാത്രയിലാണ് ഈ ദമ്പതികൾ പട്ടാമ്പിയിലെത്തിയത്. തമിഴ്നാട്ടിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉജ്ജ്വല വിജയം നേടിയ നടൻ വിജയനെ കാണാനുള്ള യാത്രയിലാണ് ഈ ദമ്പതികൾ. കോട്ടയം മുണ്ടക്കയം സ്വദേശി KS മുഹമ്മദ് റാഫിയും ഭാര്യ മലപ്പുറം താനൂർ സ്വദേശി CP ഷഹിനയുമാണ് കാൽനടയായി തമിഴ്നാട്ടിലേക്ക് യാത്ര തിരിച്ചിരിക്കുന്നത്. ഇവരുടെ യാത്ര പട്ടാമ്പിയിലുമെത്തി. താനൂർ മുതൽ ചെന്നൈ വരെ 600-ലേറെ കിലോമീറ്റർ നടന്നു വേണം ഇവർ ലക്ഷ്യസ്ഥാനത്തെത്താൻ. ചെറുപ്പം മുതലേ വിജയ് എന്ന നടനോട് ഇരുവർക്കും വലിയ ആരാധനയായിരുന്നു. ഈ ആരാധനയ്ക്കൊടുവിലാണ് തമിഴ്നാട് TVK സഖ്യത്തിന്റെ നേതൃത്വത്തിൽ വിജയ് മുഖ്യമന്ത്രിയാകുമെന്ന് ഉറപ്പായതോടെ ഇവർ വിജയ് കാണാനുള്ള യാത്ര ആരംഭിച്ചിരിക്കുന്നത്. താനൂരിലെ ഭാര്യ വീട്ടിൽ നിന്നുമാണ് യാത്ര തുടങ്ങിയത്. ചെമ്പ്രവട്ടം വഴിയുള്ള യാത്ര വെള്ളിയാഴ്ച ഉച്ചയോടെയാണ് പട്ടാമ്പിയിലെത്തിയത്. ലക്ഷ്യം വെച്ചാൽ നമ്മുടെ തളവേനെ കാണണം എന്നൊരു അതിയായ ആഗ്രഹത്തിന്റെ പുറത്ത് നമ്മൾ ഇറങ്ങി തിരിച്ചേക്കുവാണ്. അതാണ് നമ്മുടെ ഈ ഒരു ലക്ഷ്യം. യാത്ര നമ്മൾ തുടങ്ങിയത് മലപ്പുറം താനൂരിൽ നിന്നാണ് നമ്മൾ യാത്ര തുടങ്ങിയത്. താനൂരിൽ നിന്ന് നമ്മുടെ ചെന്നൈ വരെ ഏകദേശം 650 കിലോമീറ്റർ ഉണ്ട്. വിജയുടെ വിജയത്തെ തുടർന്നാണോ എന്ന് ചോദിച്ചാൽ അതിനോട് ഞാൻ യോജിക്കുന്നില്ല. ഒരു കടുത്ത ഒരു ആരാധനയുടെ പുറത്ത് ഇറങ്ങി തിരിച്ചാണ്. കുറെ നാളുകൊണ്ട് പോകണം എന്നൊരു ആഗ്രഹമുണ്ട്. പക്ഷെ അതിന് നമ്മുടെ സാഹചര്യങ്ങളും ഒന്നും ഒത്തു വന്നില്ല. അപ്പൊ അങ്ങനെയെല്ലാം ഒത്തു വന്നപ്പോൾ നമ്മൾ രണ്ടാളും കൂടെ ഇറങ്ങി. അത് കാരണം ചെയ്തു. എല്ലാവരും ആ ഒരു രീതിയിലാണ് നമ്മൾ ചോദിക്കുന്നത്. ജയിച്ചതിന്റെ പുറത്തിന് കാണാൻ പോകുന്നതാണെന്നാണ് എല്ലാവരും ചോദിക്കുന്നത്. നമ്മൾ പോകുന്ന വഴിക്ക് പെട്രോൾ പമ്പോ അതുപോലെ കടമുറികളോ ഞങ്ങളുടെ അടുത്തൊക്കെ നൈറ്റ് സ്റ്റേയും കാര്യങ്ങളൊക്കെ ടെന്റിൽ ചെയ്യും. എൻ്റെ പ്രോപ്പർ സ്ഥലം കോട്ടയം ജില്ലയിലെ മുണ്ടക്കയാണ്. വൈഫിന്റെ സ്ഥലം മലപ്പുറം ജില്ലയിലെ താനൂരാണ്. രാത്രികാലങ്ങളിൽ ടെന്റടിച്ച് താമസിക്കും. തമിഴ്നാട്ടിലെത്തി മുഖ്യമന്ത്രിയാകുന്ന വിജയനോടൊപ്പം സെൽഫി എടുക്കുവാനും ആഗ്രഹമുണ്ട്. നാട്ടിൽ ഡ്രൈവറായ മുഹമ്മദ് റാഫി വ്ളോഗർ കൂടിയാണ്. കഴിഞ്ഞ വർഷം രണ്ടുപേരും കാൽനടയുമായി കാശ്മീരിലേക്ക് യാത്ര തുടങ്ങിയെങ്കിലും പ്രതികൂല കാലാവസ്ഥ കാരണം പാതി വഴി ഉപേക്ഷിക്കേണ്ടി വന്നു. എന്നാൽ വിജയനെ കാണാനുള്ള യാത്ര ലക്ഷ്യത്തിലെത്തുമെന്ന പ്രതീക്ഷയിലാണ് ഇരുവരും നടന്നു നീങ്ങുന്നത്. വല്ലപ്പുഴ ഗ്രാമപഞ്ചായത്ത് ബഡ് സ്കൂൾ സ്നേഹഭവനം സ്കൂൾ ബസ്സിൽ ഫാൻ സൗകര്യം ഇല്ല എന്ന വിവരമറിഞ്ഞ വല്ലപ്പുഴ പഞ്ചായത്ത് ഗ്ലോബൽ KMCC ബസ്സിലേക്ക് വേണ്ട 5 ഫാനുകൾ നൽകി. വല്ലപ്പുഴ ബഡ് സ്കൂളിൽ വെച്ച് നടന്ന ചടങ്ങ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു സന്തോഷ് ഉദ്ഘാടനം ചെയ്തു. ഗ്ലോബൽ KMCC പ്രസിഡന്റ് കബീർ കളത്തിൽ അധ്യക്ഷത വഹിച്ചു. ട്രഷറർ TP അസൈനർ ഹാജി സ്വാഗതം പറഞ്ഞു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജംസീന, വല്ലപ്പുഴ സർവീസ് ബാങ്ക് വൈസ് പ്രസിഡന്റ് MT കുഞ്ഞു മുഹമ്മദ്, അഡ്വക്കേറ്റ് AA ജമാൽ, MT സലാം, K സദക്കത്തുള്ള, ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി നൌഫൽ തുടങ്ങിയവർ പങ്കെടുത്തു. പിന്നെ KMCC എന്ന് പറഞ്ഞാൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും സാമൂഹ്യ രംഗത്തും ഏറെ മുന്നിൽ നിൽക്കുന്നൊരു സംഘടനയാണ്. അതിൻ്റെ ഏറ്റവും ഇപ്പം നമുക്ക് ഏറ്റവും നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും പ്രാധാന്യം കൊടുക്കേണ്ട ഒരു ഘടകം തന്നെയാണ് നമ്മുടെ കുട്ടികൾ. ഈ കുട്ടികൾക്ക് ഇങ്ങനെ ഒരു ഏറ്റവും ഹൃദയസ്പർശിയായ നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത അവർക്കാണ് ഏറ്റവും സഹായം ചെയ്യുന്നത്. ആ ഒരു കാര്യത്തിന് പറഞ്ഞ ഉടനെ അതിന് മുന്നോട്ട് വന്ന പിന്നെ എടുത്തു പറയാൻ മുന്നോട്ട് വന്ന കബീർക്ക ഇനിയും നമ്മളിങ്ങനെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ പോലെ ഇതുപോലുള്ള പ്രവർത്തനങ്ങൾക്ക് ഇനിയും നമ്മുടെ KMCC നമ്മുടെ സംഘടന മുന്നോട്ട് വരണം. അത് എന്തായാലും വല്ലപ്പുഴയിൽ ബസ് സ്കൂളിലെ ഒരു ഭാഗ്യം തന്നെയാണ് നിങ്ങളിൽ നിന്ന് കിട്ടിയ ഈ ഒരു പ്രൊജക്റ്റ്. ഇതോടെ നിലയോര വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.